ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ ബ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മിസ്റ്റർ ബീസിൻ്റെ 100 ബോയ്സ് വേഴ്സസ് 100 ഗേൾസ് ഫോർ 5 ലക്ഷം. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ഞാൻ ഇടാൻ പറഞ്ഞു. അതിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. I can't believe it. വളരെ ക്ലോസ് ആണ്. 3 ദിവസത്തിന് ശേഷം രണ്ട് ടീമുകൾക്കും ഇപ്പോഴും $1 മില്യൺ നേടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഫീഷ്യലി 70-ാം മണിക്കൂറാണ്. എത്ര ഗേൾസ് ബാക്കിയുണ്ടെന്ന് അറിയാമോ? 30-ൽ കൂടുതൽ പേരുണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. 4 ദിവസം പെൺകുട്ടികളിൽ ഒരാള് എന്നോട് സർപ്രൈസ് എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, ഒരു സെക്കൻഡ് നിൽക്കണേ. ഇതാ നിങ്ങളുടെ ബ്രാൻഡ് ന്യൂ കാർ. ക്രിസ് സ്ക്രാച്ച് ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. താൻ പുറത്തിറങ്ങണമെന്നില്ല. എപ്പോ ഇറങ്ങിയാലും കാറ് ഇവിടെ തന്നെ ഉണ്ടാകും. ഓക്കെ, നല്ല കാര്യം. അതാണ് ഡെഡിക്കേഷൻ. എന്റെ കയ്യിൽ റെഡ് ബട്ടൺ ഉള്ള ഒരു വലിയ പോഡിയം ഉണ്ട്. ഞാനൊന്നും പറയാതെ ഇത് അവിടെ കൊണ്ടുപോയി എങ്കിലും പ്രസ് ചെയ്ത് നോക്കാം. ആ ബട്ടൺ അമർത്തിയാൽ എന്താ? സർക്കിളിന് പകുതിയാക്കും. എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ഞങ്ങൾ ശ്രദ്ധയോടെ കളിക്കുന്നത്, പക്ഷെ സ്മാർട്ടായിട്ട്. അതെന്താണെന്ന് പോലും അവര് പറഞ്ഞില്ല. അവൻ നേരെ പോയി അമർത്തി. ഇനി എന്താ സംഭവിക്കാന്നറിയോ? പകുതിയായി മുറിക്കും. പെയിന്റ് എടുത്തിട്ട് വരാം. ഓക്കെ, ആരെങ്കിലും ഇത് പ്രസ് ചെയ്തോ? നല്ല കാര്യം. എങ്ങനെയുണ്ട് ശോകം? എനിക്ക് വേണ്ടി ഒരു ക്ലാപ്പ് ചെയ്യാൻ പറ്റുമോ? ബോയ്സിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങളുടെ ക്യാമറാമാനിൽ നിന്നും ഒരു ഗേൾ ഡ്രോൺ കടമെടുത്തു. ഞങ്ങൾക്കിപ്പോൾ ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റും. അത് ബോയ്സിന്റെ മേലെ കൂടി പറത്താൻ പോവാ. ഓ മൈ ഗോഡ് ഡ്യൂഡ്. നമ്മൾ അവരെ ഒന്ന് കണ്ടു തുടങ്ങിയതായിരുന്നു. ഇവനെ നോക്ക്. 4ാമത്തെ രാത്രി ഞങ്ങൾ അവരെ ഭക്ഷണം കുക്ക് ചെയ്യാൻ അനുവദിച്ചു. കാരണം നാളെ ഈസി ആയിരിക്കില്ല കാര്യങ്ങൾ. നിങ്ങൾ 85 മണിക്കൂറിലെത്തി. അതുപോലെ എല്ലാ ഗേൾസ് ആൻഡ് ബോയ്സ് സെയിം പിച്ച് തന്നെ കേട്ടോ. 66 ബോയ്സ് 66 ഗേൾസ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് വേറെ കാര്യം എന്ന് വെച്ചാൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്, വള്ളംകാണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ മറ്റോ വീണത്. അത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. നമ്മളെ കൊണ്ടൊന്നും നടക്കുന്നു തോന്നുന്നില്ല. ഗേൾസ് ജയിക്കുന്ന തോന്നുന്നത്. ഈ ചാലഞ്ചിന്റെ അവസാന 10 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഓരോ സർക്കിളുകളിൽ 10 ഭാഗങ്ങളായി തിരിച്ചു. ഇപ്പോൾ ചാലഞ്ചിന് 10 മണിക്കൂർ ബാക്കിയുണ്ട്. നിങ്ങളുടെ സർക്കിളിൽ 10 സോണുകളും. നിങ്ങൾ ഈ റെഡ് ലൈനിൽ തൊട്ടാൽ ഉടനെ തന്നെ പുറത്താകും. ഓരോ മണിക്കൂറിലും ഏത് ഭാഗം ബ്ലോക്ക് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അത് പറഞ്ഞപ്പോൾ സ്വന്തമായിട്ടുള്ള കുറെ ഐഡിയകളെല്ലാം എല്ലാവരും പറയാം. നമുക്കൊരു പോട്ടാപോട്ടിയിൽ 9 പേരെ കയറ്റാം. വളരെ ക്ലോസ് ആയിരിക്കും. അപ്പൊ ബോയ്സ്, നിങ്ങൾ തീരുമാനം എടുത്തോ? അവരിത് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. എന്താണ് ഫൈനൽ ഡിസിഷൻ? 90 മണിക്കൂറിന് ശേഷവും ഈ മത്സരം ഇഞ്ചോടിഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് ബോയ്സ്, നിങ്ങൾ ഏതാണ് ഒഴിവാക്കുന്നത്? മടിപിറ്റാണോ? അവർക്കിപ്പോ നല്ല കോൺഫിഡൻസ് ഉണ്ട്. നേരത്തെ സമ്മതമല്ലായിരുന്നു. ഓക്കെ, ഇത് നിങ്ങളുടെ സമയാ. ബോയ്സ്, എങ്ങനെയുണ്ടല്ലോ സ്പ്രേ പെയിന്റിംഗ്? 4 മണിക്കൂർ ബാക്കി നിൽക്കെ ഇനിയുള്ള സമയം എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്നാണ് ടീമുകൾ ചർച്ച ചെയ്യുന്നത്. നമ്മളിത് ഇത് ഒഴിവാക്കി ഈ ഭാഗം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആവശ്യത്തിനുള്ള സ്ഥലം കിട്ടും. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ബോയ്സ് ബോയ്സ് ബോയ്സ്, ലൈറ്റ്സ് ചേഞ്ച് ചെയ്യേ. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. റെഡ് ലൈനിന് കുറുകെ ഒരു വിരല് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സേവിയർ, താനത് ശരിക്കും തൊട്ടു. സേവിയർ അത് തൊട്ടു എന്ന് മാത്രമല്ല, ഇയാള് പോട്ടാപ്പെട്ടിയിൽ നിന്നും പുറത്തിറങ്ങിയതിന് തൊട്ട് പിന്നാലെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും റിയാക്ഷൻ നോക്ക്. ഇനി 3ാമത്തെ ആൾ അതാരാണ്? കള്ളൻ സാർ ഇവിടെ വരും സാർ. ഈ കാര്യം ഓർത്തിരിക്കും നല്ല വിഷമമുണ്ട്. ബോയ്സ് സല്യൂട്ട്. തീരെ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഔട്ടാകുന്നത്. അത് മാറ്റിയാൽ നന്നായിരിക്കും. അതിനുശേഷം എല്ലാവർക്കും നല്ല ശ്രദ്ധയായിരുന്നു. ചാലഞ്ചിന്റെ അവസാന മണിക്കൂർ വരെ കാര്യങ്ങൾ എത്തി. ഒഫീഷ്യലി ഇത് ലാസ്റ്റ് മണിക്കൂറാണ്. ക്രേസ് തുടങ്ങിക്കോ. ഇവിടെ പോട്ടാപ്പട്ടിയിൽ ഒരു ലോഡ് ആളുകൾ നിൽക്കുന്നുണ്ട്. ഇതൊരു ജാതിക്കുള്ള ആളുണ്ടല്ലോ. ആർക്കാണ് $5 ലക്ഷം കിട്ടാൻ പോകുന്നതെന്ന് ഈ അവസാനത്തെ മണിക്കൂർ തീരുമാനിക്കും. 33 മതിയാകും പ്രതീക്ഷിക്കുന്നു. Ladies and gentlemen, ഈ ചാലഞ്ച് ഒഫീഷ്യലി അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് ഡോമിന്റെ നടുഭാഗത്തേക്ക് വരാമോ? നമ്മൾ തുടങ്ങിയപ്പോൾ 100 ഗേൾസും 100 ബോയ്സും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്ര പേരാണ് ബാക്കിയുള്ളത്. 100 മണിക്കൂറിന് ശേഷം 33 ബോയ്സും പിന്നെ ഗേൾസിൽ 35 പേരുണ്ട്.
പൾസ് പോയ കാരണമാണ് ഇത്രയും പെട്ടെന്ന് ഔട്ടായത് ഗൈസ്. സോ ബാഡ്, കുഴപ്പമില്ല. കൺഗ്രാറ്റുലേഷൻസ്, അവർ $5 ലക്ഷം സ്വന്തമാക്കിയിരിക്കുന്നു. നിങ്ങൾ ഇതിനകം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ 100 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് വലിയ കാര്യം. സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? എനിക്ക് ശരിക്കും 100 മില്യൺ അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കണ്ടെങ്കിൽ ആ സബ് ഫ്രീ ആയിട്ട് ഗൈസ് എല്ലാവരും അടിച്ച് പൊട്ടുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.